എൻ്റേതല്ല എന്ന് പറയുമ്പോൾ എന്നതിന് പോലെ തന്നെയാണ് ഇതിന്റെ ആധികാരികതയെ സംശയിച്ചുകൊണ്ട് ഇത് കൃത്രിമമായി ചമയ്ക്കപ്പെട്ടു എന്ന് അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് 5 വർഷം മുൻപുള്ള സംഭാഷണമാണ് എന്ന് അദ്ദേഹം ഇത് സമ്മതിച്ചിരുന്നു. ബി എൻ ഹസ്കർ, അത് നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. ബി എൻ ഹസ്കർ പാർട്ടിയുടെ ഒരു തലം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരുടെ ഡീലിങ്സ് ഒക്കെ വേറെയാണ്. അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല. അത് 25,000-ൽ നിന്ന് 75,000-ലേക്ക് 1,00,000-ലേക്ക് ഈ തോതിൽ പാർട്ടി പിരിക്കുന്ന പണത്തിന്റെ പങ്കുവെച്ചു പോകുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണം ഇപ്പോൾ കോൺഗ്രസോ മാധ്യമങ്ങളോ BJP-യോ വലതുപക്ഷ ചട്ടുകങ്ങളോ കൈക്കോടാലിയോ മറ്റെന്തുമോ ആകട്ടെ അല്ലേ, ഇതിപ്പോ എങ്ങനെ തള്ളിപ്പറയും? ഇത് തെറ്റാണെന്ന് എങ്ങനെ പറയും? മധു, ഇതില് ഏറ്റവും ആത്യന്തികമായി നാം പരിശോധിക്കപ്പെടേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണം. ആ വ്യക്തികൾ ഓൺ ചെയ്യുന്നോ ഡിസോൺ ചെയ്യുന്നോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം. ഇവിടെ ശരത് പ്രസാദ് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. തൻ്റെ ശബ്ദശകലത്തെ സംബന്ധിച്ച് സംശയമുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ആ അർത്ഥത്തിൽ ഇത് കൃത്രിമമായി ചമയ്ക്കപ്പെട്ടിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളാണ് നിലവിലുള്ളത് എന്ന് പറയുമ്പോൾ പാർട്ടിയിൽ നിന്നും നടപടിയെടുക്കപ്പെടുന്ന ഒരാൾ പ്രതികാര ബുദ്ധിയെ ഈ ശബ്ദത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഇത് എൻ്റേതു കൂടിയാണ്, സാന്നിധ്യത്തിലാണ് എന്ന് അവകാശപ്പെടുമ്പോൾ അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് വളരെ കൃത്യമായി ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിബിൻ ശ്രീനിവാസൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു, തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, വലതുപക്ഷത്തിൻ്റെ കോടാലിക്കൈയായി താൻ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം പാർട്ടി വെക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ വലതുപക്ഷത്തിൻ്റെ കോടാലി കൈയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാന തെളിവുകളാണ് ഇങ്ങനെ നിരനിരയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് CPM-നെ അപമതിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ED തൃശ്ശൂരിലെ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ കുടിച്ച മുലപ്പാല് മുതൽ ഇന്നുവരെ ജീവിച്ച മുഴുവൻ ചരിത്രവും പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുതകൾക്ക് വിരുദ്ധമായി AC മൊയ്തീനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ ലഭിച്ച റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിൻ്റെ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ തടഞ്ഞുവെക്കുകയും ഫ്രീസ് ചെയ്യുകയും ചെയ്തിരുന്ന ED കേരളത്തിൻ്റെ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ട് ആ ഫ്രീസ് ചെയ്ത ഉത്തരവ് മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത് നിയമം അറിയുന്ന ആളുകൾ, നിയമത്തിനെ കൈകാര്യം ചെയ്യുന്ന പരമോന്നത കോടതിയായ കേരളത്തിൻ്റെ ഹൈക്കോടതി ഈ വിഷയം സമൂലമായി പരിശോധിക്കുകയും AC മൊയ്തീനോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കോ ഒരു തരത്തിലും വഴിവിട്ട ഒരു സാമ്പത്തിക സ്രോതസ്സുകളില്ലെന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ED നടത്തിയിട്ടുള്ള ആ അറ്റാച്ച്മെൻറ്റിന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തത്. ഒന്നത്. രണ്ട്, MK കണ്ണനെ സംബന്ധിച്ച് MK കണ്ണൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച് ED അന്വേഷണം നടത്തിയല്ലോ. ഈ കഴുകൻ കണ്ണുകളുമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ ആക്രമിക്കുകയും ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ സന്ദീപൊക്കെ ഒരുപക്ഷെ ഇപ്പം എന്നോടൊപ്പം യോജിക്കുമായിരിക്കും, ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കന്മാരെയും ആക്രമിക്കുന്നതിനു വേണ്ടി, അവരെ അപമതിക്കുന്നതിനു വേണ്ടി കഴുകൻ കണ്ണുകളുമായിട്ടാണ് കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ED-യും CBI അടക്കം പ്രവർത്തിച്ചു. അത് മാത്രമല്ല MK കണ്ണന്റെയും പ്രതികരണം അത് തന്നെയാണ്. ED വന്ന് അരിച്ചു പെറുക്കി പോയിട്ട് എന്ത് കിട്ടി എന്നുള്ളത് നമുക്കത് ശ്യാമിനോട് ചോദിക്കുകയും ചെയ്യാം. ശ്രീ BN ഹസ്കർ, പക്ഷേ അങ്ങ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി ആദ്യം പറഞ്ഞത് ഈ ഓഡിയോ സന്ദേശം അത് തെറ്റാണ് എന്ന് പറഞ്ഞു എന്ന്. അങ്ങനെയൊന്നില്ല. അതാണ് ഞാൻ വളരെ കൗതുകത്തോടു കൂടി ശ്രീ സന്ദീപ് വാര്യരോട് ആദ്യം ചോദിച്ചത്. ഇപ്പൊ നിബിനോട് ചോദിക്കുമ്പോൾ നിബിൻ പറയുന്നു, ഞാനുണ്ട് അവിടെ ശരത് പ്രസാദ് ഉണ്ട്, ഞങ്ങൾ തമ്മിൽ നടത്തിയ സംഭാഷണമാണ്. അതിൽ എനിക്കുള്ള സംശയങ്ങൾ ഞാൻ നിബിനോട് നേരിട്ട് തന്നെ ചോദിക്കുന്നു, അങ്ങ് കേട്ടല്ലോ. പക്ഷെ ശരത്തിന് ഇത് പറയാൻ കഴിയുന്നില്ല. ഞാനില്ല അവിടെ, ഞാനും നിബിനും തമ്മിൽ ഈ കാര്യം സംസാരിച്ചിട്ടില്ല, ഈ ഓഡിയോ എൻ്റേതല്ല, ഇത് മാനിപ്പുലേറ്റഡ് ആണ്, ഇത് നിർമ്മിതമാണ്, ഇത് കൃത്രിമമാണ്, ഇതൊന്നും ഇതിനകത്തില്ല. ഇതിനകത്ത് ഈ പറയുന്ന ലാസ്റ്റ് ഒരു പഞ്ച് ഡയലോഗ് ഉണ്ട്, പാർട്ടി വിരുദ്ധർക്ക് മുൻപിൽ കീഴടങ്ങില്ല എന്നുള്ള പഞ്ച് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത തികച്ചും ദുരൂഹമാണ് എന്നാണ് പറയുന്നത്. ഇതെൻ്റെതല്ല എന്ന ഒറ്റ വരി കൊണ്ട് ഇടതുപക്ഷം ആകെ ഉരുക്കുകോട്ട പോലെ പ്രതിരോധിക്കും. മധു, ഇതില് എൻ്റേതല്ല എന്ന് പറയുമ്പോൾ
എന്നതിന് പോലെ തന്നെയാണ് ഇതിന്റെ ആധികാരികതയെ സംശയിച്ചുകൊണ്ട് ഇത് കൃത്രിമമായി ചമയ്ക്കപ്പെട്ടു പക്ഷെ അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് 5 വർഷം മുൻപുള്ള സംഭാഷണമാണ് എന്ന്. അദ്ദേഹം ഇത് സമ്മതിച്ചിരുന്നു ബിഎൻ ഹസ്കർ. അത് നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. അദ്ദേഹം ഇത് സമ്മതിച്ചിരുന്നു. ഇത് നേരത്തെ ശ്രീ ഹസ്കർ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങയോടും ശരത്തിനോടും മറ്റ് ലോകത്തുള്ള സകല മനുഷ്യരോടും വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നത് നമ്മളുടെ സ്വകാര്യതയാണ്. ഓരോ പ്രത്യയശാസ്ത്രത്തോടും ഒരു സംഘടനാ സംവിധാനത്തോടും 100% കൂറ് പ്രഖ്യാപിച്ച വിരുദ്ധാഭിപ്രായങ്ങളില്ലാതെ ജനാധിപത്യത്തിൽ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയില്ല. വിരുദ്ധാഭിപ്രായം ഉണ്ടാകണം. അത് രാഷ്ട്രീയമായി ചർച്ച ചെയ്ത് മാറണം. ശരിയാണ്. പക്ഷേ ഈ ഓഡിയോ തന്റേതാണ് എന്ന് ശരത്ത് സമ്മതിച്ചതാണ്. ശരത്ത് ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി MS ലിഷോയുടെ അടക്കം ഈ കാര്യങ്ങൾ തുടക്കത്തിൽ സമ്മതിച്ചതാണ്. പക്ഷെ ഞങ്ങൾ അതൊരു സ്വകാര്യ സംഭാഷണം എന്ന രീതിയിൽ തന്നെ അതിലൊരു മാന്യത കൽപ്പിച്ചതുകൊണ്ട് അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കാൻ തയ്യാറായില്ല എന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. മറ്റു മാധ്യമങ്ങളോട് സംസാരിച്ചു, മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ അത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോഴും ഞാനത് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളോട് സമ്മതിച്ചു എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ പറയുകയുമില്ല. പക്ഷെ അദ്ദേഹം സമ്മതിച്ചു. അത് പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. ഒരു വാർത്തയും ഒരു മാധ്യമത്തിന്റെയും കുത്തകയായൊന്നും നിൽക്കില്ല. പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണ്. ആ നിലയ്ക്ക് പുറത്തു വന്നൊരു കാര്യം 3 മണിക്കൂർ മുമ്പ് ഇതെന്തോ പാർട്ടി വിരുദ്ധരുടെ സമീപനമാണ് എന്ന് പറഞ്ഞാൽ തള്ളി പറയാൻ കഴിയുന്നതല്ല ഹസ്കർ. അവിടെ അത് വളരെ തുറന്നു കാണിക്കപ്പെട്ട സത്യമായി നിലനിൽക്കും. മധു, ഇതില് ഒരുപക്ഷെ ശരത് പ്രസാദ് തുടക്കഘട്ടത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ സമ്മതിച്ചു 5 കൊല്ലം മുമ്പുള്ള ഒരു ഓഡിയോ സന്ദേശം എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു എന്നിരിക്കട്ടെ. ഇതിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ്. ഇനിയിപ്പോൾ ശരത് പ്രസാദ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിന് ഹിമാലയത്തോളം വലിപ്പമുണ്ട് എന്ന് കരുതേണ്ടതില്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യ അഭിപ്രായത്തെ മാത്രമാണിത്. അതിനപ്പുറം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ സഖാവ് AC മൊയ്തീനും അതുപോലെ MK കണ്ണനുമൊക്കെ നിരപരാധികളാണെന്നും അവർ ഒരു തരത്തിലുമുള്ള അന്യായമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഉടമകളല്ല എന്നും വസ്തുനിഷ്ഠമായി കോടതി മുമ്പാകെ തെളിവുകൾ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആരോപണം പാർട്ടിക്കെതിരെയോ പാർട്ടി നടത്തുന്ന പിരിവിനെ പറ്റിയോ പാർട്ടിയുടെ സാമ്പത്തിക രീതിയെക്കുറിച്ചോ മറ്റാരെങ്കിലും ഒരു കമന്റ് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള നേരത്തെ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും അതിൽ ഉൾക്കൊള്ളുമായിരുന്നു. അത് മുള്ളുമുരിക്ക് മൂർഖന്മാരുടെ സമാഗമ വിഷം ചീറ്റലാണ് തുടങ്ങിയത് മുതൽ കൈക്കോടാലി മമ്മട്ടി മുഴുവൻ ആക്രമണ സ്വഭാവമുള്ള ആയുധങ്ങളുടെയും പ്രയോഗമായി വേണമെങ്കിലും കാണാം. പക്ഷെ ഇത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് ഇപ്പോഴും പാർട്ടിയുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളുടെ ശബ്ദമാണ്. അത് തന്റെ ശബ്ദമല്ല എന്ന് ശരത്ത് പറയാത്തിടത്തോളം ശരത്തിനോട് വിശദീകരണം തേടും എന്നാണ് പാർട്ടി പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്.